പകർന്നു നൽകിയാൽ കുറഞ്ഞു പോകാത്ത ഒന്നാണ് അറിവ്. ഇത് യൂണിറ്റ് ടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, ലൂമിനാർ ടെക്നോ ലാബ്, മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി ആൻഡ് മൈജി. ഏറെ സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം ജൂറിയെ സ്വാഗതം ചെയ്യാം. ശ്രീ ജോ ആന്റണി. താങ്ക് യു. നമസ്കാരം സർ. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് അശ്വമേധത്തിന്റെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്. വയലാറിൻ്റെ വിഖ്യാതമായ കവിതകൾ നിരവധിയുണ്ട്. പ്രിയപ്പെട്ട കവിതകളുടെ കൂട്ടത്തിൽ മനസ്സിലാദ്യം കടന്നു വരുന്നവയിലൊന്ന് രാജഹംസം എന്ന കവിതയാണ്. സുഹൃത്തായ PK വിക്രമൻ നായരും ഒരുമിച്ച് ഒരു നാടകവേദിയിലേക്ക് വയലാർ രാമവർമ്മ കടന്നു ചെല്ലുന്നു. അരങ്ങത്ത് തനിക്കേറെ പ്രിയപ്പെട്ട വിക്രമൻ നായർ എന്ന അനുഗ്രഹീത നടൻ ആടിത്തിമിർക്കുന്നത് കാണാനുള്ള ആവേശവുമായി കാണികളുടെ മുന്നിൽ വയലാറിരിക്കുന്നു. കവിതയിൽ വയലാർ ഇങ്ങനെ എഴുതി: കയ്യിലൊരു ഇന്ദ്രധനുസ്സുമായി കാറ്റത്തു പെയ്യുവാൻ നിൽക്കും തുലാവർഷ മേഘമേ, കമ്ര നക്ഷത്ര രജനിയിൽ ഇന്നലെ കണ്ടുവോ നീ എൻ്റെ രാജഹംസത്തിനെ. പിന്നെ കവിത ഇങ്ങനെ പോകുന്നു: നാടകം തീർന്നില്ല, അവസാന രംഗവും കൂടിയുണ്ട്, എങ്ങുപോയി നായകൻ എന്ന്. PK വിക്രമൻ നായർ എന്ന അനുഗ്രഹീതനായ നടൻ മുഴുമിപ്പിക്കാത്ത ആ നാടകത്തിൻ്റെ പകുതിയിൽ മരണത്തിലേക്ക് യാത്രയായതിനെക്കുറിച്ചുള്ള സുഹൃത്തായ കവിയുടെ വിലാപമാണിത്. ഉള്ളുലയ്ക്കുന്ന ജീവിത അനുഭവങ്ങളിലൂടെ വളർന്നതാണ് കേരളത്തിൻ്റെ മഹത്തായ നാടക പാരമ്പര്യവും നാടകകലയും. നാടിൻ്റെ അകമറിയുന്ന നാടകം എന്ന മഹത്തായ കലയെ ആദരവോടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു ഈ വൈജ്ഞാനിക ജീവിതത്തിലേക്ക്, ചിന്തകൾ അത്യധികം നാടകീയമാകുന്ന ഈ മുഹൂർത്തത്തിലേക്ക്. യൂണിറ്റ് ടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, ലൂമിനാർ, മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി ആൻഡ് മൈജി. നാടകത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാനുള്ള കാരണം, നോക്കൂ, നാടകത്തെക്കാൾ നാടകീയമായതൊന്നേയുള്ളൂ, അത് ജീവിതമാണ്. അത്യധികം നാടകീയമായ അനുഭവങ്ങളിലൂടെ ജീവിച്ച മനുഷ്യരുടെ ജീവിതം പിന്നീട് നാടകമായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് വിസ്മയകരമാക്കാൻ കഴിയുന്നത് മെയ്യൊതുക്കവും കയ്യൊതുക്കവുമുള്ള പ്രതിഭാശാലിയായ ഒരു നടനാണ്. നാടകം, ചലച്ചിത്രം എന്നിങ്ങനെ കൈവച്ച മേഖലകളിലെല്ലാം വിജയിച്ച ആ പ്രതിഭാശാലിയെ ഉത്തര കേരളത്തിലാണ് ജീവിതം എങ്കിലും ലോകമെമ്പാടുമുള്ള സർവ്വരാജ്യങ്ങളിലെ അരങ്ങിലും ആടിത്തിമിർത്ത് ആരാധകരെ അമ്പരപ്പിക്കുന്ന ആ പ്രതിഭാശാലിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയങ്കരനായ സന്തോഷ് കീഴാറ്റൂർ, വാക്കിൻ പ്ലീസ്. സന്തോഷ്, പറയൂ. നാൾക്ക് നാൾ തോറും ചെറുപ്പമേറി വരുന്നു എന്നൊക്കെ സുന്ദരികളെക്കുറിച്ച് പറയാറില്ല. ഇത് കാലം കഴിയും തോറും സന്തോഷ് ഇങ്ങനെ യുവാവായി വരികയാണ് അല്ലേ? ആണോ? ആണ്. സന്തോഷം. ഈ പ്രോഗ്രാമിന് വരുന്നതിന് മുൻപ് ഏറ്റവും അവസാനം കളിച്ച നാടകം ഏത് വേദിയിലായിരുന്നു? അവസാനം കളിച്ചത് അബുദാബിയിലാണ്. ഈ വർഷം 2024 ഓസ്ട്രേലിയയിൽ കളിച്ചു, UK കളിച്ചു, അബുദാബിയിൽ കളിച്ചു. പിന്നെ ഏതൊക്കെ രാജ്യങ്ങളിൽ? ബഹ്റിൻ. ഇനിയിപ്പം നവംബർ 2-ാം തീയതി ദുബായ് വീണ്ടും പോകും. നവംബർ 2-ാം തീയതി ദുബായ്. എല്ലായിടത്തും പെൺനടനായിരുന്നോ? അല്ല, പെൺനടനും പിന്നീട് മറ്റൊരു നാടൻ. പെൺനടനാണ് കൂടുതലും. സന്തോഷ് കീഴാറ്റൂർ എന്ന ചലച്ചിത്ര താരത്തിനോട് ആരാധനയുള്ള ഒരുപാട് പ്രേക്ഷകർ വളരെ ആഹ്ലാദത്തോടെ ഇത് കാണാനിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കളിലെ ചലച്ചിത്ര നടനോട് എനിക്ക് ഇഷ്ടക്കുറവോ ആരാധനക്കുറവോ ഇല്ല, ഇഷ്ടം തന്നെയാണ്. പക്ഷേ അതിലേറെ ഞാൻ ഇഷ്ടപ്പെടുന്നത് താങ്കൾ എന്ന തിയേറ്റർ ആർട്ടിസ്റ്റിനെയാണ്. പെൺനടനെക്കുറിച്ച് പറയും. പെൺനടൻ ഓച്ചിറ വേലിക്കുട്ടി എന്ന് പറയുന്ന മഹാനായൊരു നടൻ, മലയാളത്തിൽ കേരളത്തിൽ ജീവിച്ച ഏകദേശം ഒരു 50 ആണ്ട് അടുത്ത് മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. ഒരുപക്ഷെ സ്ത്രീകളാരും അഭിനയ രംഗത്തേക്ക് വരാത്ത കാലത്ത് 30കളിലൊക്കെ സ്ത്രീവേഷം കെട്ടി സ്ത്രീകളെപ്പോലും അമ്പരിപ്പിച്ച മഹാപ്രതിഭയായിരുന്നു
ഇന്ന് അദ്ദേഹത്തിൻ്റെ നാടകം ഞാൻ അവതരിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു അടുത്തുപോലും നിൽക്കാൻ യോഗ്യതയില്ല എന്ന് ഞാൻ സ്വയം പറയുകയാണ്. കാരണം അന്ന് നാടകം, ഇന്ന് നാടകം നമ്മുടെ സമൂഹത്തിൽ നിന്നും ജനങ്ങൾക്കിടയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് നാടകം കണ്ടത്. അന്ന് നാടക അഭിനേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം പാട്ട് പാടണം, അഭിനയിക്കണം. അത് തന്നെ ശുദ്ധ മലയാളമാണ്. സംസ്കൃതം കലർന്ന മലയാളത്തിലുള്ള ശ്ലോകങ്ങളൊക്കെ ആയിരിക്കണം, കവിതകളൊക്കെ ആയിരിക്കണം. സ്റ്റേജിൽ നിന്നും മൈക്രോഫോണിൻ്റെയോ മറ്റ് സാങ്കേതിക വിദ്യയുടെ ഒരു സഹായവുമില്ലാതെ യഥാർത്ഥ ജൈവ കല എന്ന് പറയുന്നത് നാടകമാണ്. നാട്യധർമ്മി അധിഷ്ഠിതമായ ചതുർവിധ അഭിനയങ്ങൾ മുഴുവനും ഒരേ സമയം പ്രയോഗിക്കേണ്ട ഒരു കലയാണ് നാടകം. ആംഗികം, വാചികം, സ്വാത്വികം, ആഹാര്യം. നാട്യധർമ്മിയിൽ അധിഷ്ഠിതമാണ് എങ്കിലും റിസൾട്ട് പൂർണ്ണമായും ലോകധർമ്മി ആവുകയും വേണം. അതും രണ്ടും കൂടി ചെയ്യണം. കാരണം മറ്റൊരു കലയെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈ നാലും അതിൻ്റെ കൂടെ പ്ലസ് ലോകധർമ്മി അടക്കം മനോധർമ്മം അടക്കം പ്രയോഗിക്കുന്നത്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം 2000-3000 വരുന്ന ഓഡിയൻസിൻ്റെ മുന്നിൽ ഈ ഒച്ചത്തിൽ ഒരുപക്ഷെ അത് കുറച്ചും കൂടി മെലോഡ്രാമി ആയിരിക്കാം അന്നത്തെ കാലത്ത്. പക്ഷെ അന്നത്തെ ജനങ്ങൾക്ക് അതൊക്കെയാണ് വേണ്ടത്. അങ്ങനെ സ്ത്രീവേഷം കെട്ടി അഭിനയിച്ച പക്ഷേ ഗിന്നസ് ബുക്കിലേക്ക് അടക്കം പോകാൻ പറ്റുന്നൊരു പേരായിരുന്നു ഓച്ചിറ വേലിക്കുട്ടി, ഓച്ചിറ ശിവപ്രസാദ് സി വേലിക്കുട്ടി. പക്ഷെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. മലയാള നാടക ചരിത്രത്തിൽ പോലും ഒരു പേരിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന രീതിയിലാണ് ആ മഹാനായ മനുഷ്യൻ ഒതുങ്ങിപ്പോയത്. ഇപ്പം എന്തോ ആ മനുഷ്യനോടുള്ളൊരു വല്ലാത്ത സ്നേഹം, പ്രണയം, അത് അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചറിഞ്ഞതോടുകൂടി ആ നാടകത്തിലൂടെയെങ്കിലും കുറച്ച് ഒച്ചിറ വേലിക്കുട്ടി അഭിനയിക്കുമ്പോൾ അരങ്ങിൻ്റെ പിറകിൽ ഒച്ചിറ വേലിക്കുട്ടിയോട് പ്രണയം കൂടി പുരുഷന്മാരെത്തുമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അംബാസിഡർ കാറിലൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. സ്ത്രീയാണെന്ന് വിചാരിച്ചിട്ട് പോലീസുകാർ രാത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു അംബാസിഡർ കാറിൽ ഒരു സ്ത്രീയെ കൊണ്ട് 4-5 പേർ യാത്ര ചെയ്തു. അങ്ങനെയൊക്കെ രസകരമായ അനുഭവങ്ങൾ. പിന്നെ ഒരുപക്ഷെ പുതിയ കാലത്ത് നമ്മൾ ഈ ജെൻഡർ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളുണ്ടെന്ന്. കാരണം സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളൊരു ചോദ്യങ്ങളും അത് ഇന്ന് ഞാനും അനുഭവിക്കുന്നു. ചില വേദികളിലടക്കം ആ വേഷം കെട്ടി അഭിനയിക്കുമ്പോൾ ഞാനും അതേ പ്രയാസങ്ങളിലൂടെ ഞാനും കടന്നു പോകുന്നുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒച്ചിറ വേലിക്കുട്ടി എന്ന് പറയുന്ന നടനെ ഒന്ന് എന്നിലൂടെയെങ്കിലും പ്രകാശിപ്പിക്കുവാൻ സാധിക്കുക എന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ധർമ്മമാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ആ നാടകവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഗംഭീരം. സന്തോഷ് താമസിക്കുന്നത് കീഴാറ്റൂർ? ഞാൻ തളിപ്പറമ്പ് കീഴാറ്റൂർ തന്നെ. കുടുംബത്തെക്കുറിച്ചൊക്കെ നമുക്ക് പ്രേക്ഷകരോട് പറയാം. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ, ഒരു മകൻ. മകൻ്റെ പേര്? മകൻ യദുസാന്ത്. അവനാണ് എൻ്റെ കൂടെ ഇപ്പോൾ നാടകത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത്. എൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ അവനാണ്. അല്ല, എനിക്കറിയാം. അറിയാലോ. ഓസ്ട്രേലിയയിലൊക്കെ അല്ലേ ആ റിപ്പോർട്ടൊക്കെ കിട്ടിക്കാണും. ഓസ്ട്രേലിയയിലൊക്കെ ആളുകൾ പറഞ്ഞത് സന്തോഷ് പണം ലാഭിക്കാനുള്ള പരിപാടികൾ ചെയ്തു തുടങ്ങി, വലിയൊരു കച്ചവടക്കാരൻ്റെ മനസ്സാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ? മെൽബണിലെ എബിയാണ്. അതെ. അപ്പോൾ എബി പറഞ്ഞു മൂപ്പരാൾ കൊള്ളാം, പൈസ സേവിങ്ങിൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ? അല്ല, നിങ്ങളുടെ ഈ ക്വിസ് ഷോ ഒക്കെ നിങ്ങൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വിഷ്ണുവിനെയൊക്കെ ആണല്ലോ കൊണ്ടുപോകുന്നത്, അവർക്കെല്ലാം ജോലി ചെയ്യുന്നതിന് പ്രതിഫലം കൊടുക്കണ്ടേ? സന്തോഷിന് അതില്ല. അപ്പോൾ അതെന്താ? അത് മകനെയാണ് ഇതെല്ലാം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവൻ ഭയങ്കര മിടുക്കോട് കൂടി കൈകാര്യം ചെയ്യും. അതല്ല, അത് അവനങ്ങനെ ഏറ്റെടുക്കേണ്ടി വന്നതാണ്. കാരണം എൻ്റെ കൂടെ കഴിഞ്ഞ 10-20 വർഷമായിട്ട് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വിസ കിട്ടിയില്ല, ഓസ്ട്രേലിയൻ വിസ. അത് 2 ജോലിയും ഒരാൾ ചെയ്യണം, ലൈറ്റ് എക്സിക്യൂഷനും മ്യൂസിക് എക്സിക്യൂഷനും. ഇത് പിന്നെ അദ്ദേഹം കഴിഞ്ഞ കുറേ വേദികളിൽ എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ട് അദ്ദേഹം എന്താ പറയുക, അതിന് വളരെ ഇതായിട്ടുണ്ട്. പക്ഷെ മോൻ പെട്ടെന്നത് ഏറ്റെടുക്കുകയും സത്യം പറഞ്ഞാൽ മോൻ എന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഞാൻ അവനോടാണ് ഭയങ്കര കടപ്പെട്ടിരിക്കുന്നത്. നീ ഒരു സത്യം പറയട്ടെ, ഈ ഇത്തരം സാധനങ്ങളുണ്ടല്ലോ, പാനൽ കൺട്രോളിങ് പോലുള്ള കാര്യങ്ങൾ, ഈവൻ നമ്മുടെ മൊബൈലിലെ കാര്യങ്ങൾ പോലും നമ്മുടെ തലമുറയിലുള്ളവർ ചെയ്യുന്നതിനേക്കാൾ വളരെ വേഗത്തിലും എന്താ പറയുക വിരലൊതുക്കത്തോടെ കൊച്ചിയിൽ നിന്ന് ഓസ്ട്രേലിയക്ക് 9 മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റ് യാത്രയുള്ളൂ. അതിനിടയിലാണ് ഇവന് ഞാൻ ഈ മ്യൂസിക്കിൻ്റെ എക്സിക്യൂഷൻ അറിയാം. പക്ഷേ ലൈറ്റ് എക്സിക്യൂഷൻ്റെ ഇത് കാര്യങ്ങളൊക്കെ അത് ഒരു വലിയ എക്സ്പീരിയൻസിലൂടെ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ, ലൈറ്റൊക്കെ നാടകത്തിന്. പക്ഷെ അത് അദ്ദേഹം പ്രത്യേകിച്ച് മെൽബൺ പോലെ തന്നെ അവിടെ 150 വർഷം പഴക്കമുള്ള തിയേറ്ററിലാണ് നാടകം കളിച്ചത്. അവൻ ആ എക്യുപ്മെൻറ്റ്സുമായിട്ട് എത്രയും പെട്ടെന്ന്, അത് എന്താണെന്ന് പറഞ്ഞാൽ പ്രതിവട്ടം പറഞ്ഞ പോലെ തന്നെ പുതിയ കുട്ടികൾ പെട്ടെന്ന് അവരത് ഗൂഗിളിലടിച്ച് ഏതാണ് അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ് ഉള്ളത് അതൊക്കെ അവർ പഠിക്കുകയാണ്. നമുക്ക് പറ്റില്ല. അങ്ങനെ മകൻ എന്നെ സഹായിച്ചതാണ്, ലാഭിച്ചതല്ല. അശ്വമേധം കാണാറുണ്ടായിരുന്നു പണ്ട് മുതൽ?
അശ്വമേധം ഞാനൊരു ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഞാൻ അശ്വമേധത്തിൻ്റെ പിന്നാമ്പുറത്ത് വർക്ക് ചെയ്ത ഒരാളാണ്. ആ, അതായത് സ്റ്റുഡിയോ വിട്ട് നമ്മുടെ ഓപ്പണായിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങിയല്ലോ. അതെ, കാസർഗോഡ് ഫസ്റ്റ് ഷോ കാസർഗോഡായിരുന്നു, ടൗൺ ഹാളിലായിരുന്നു. ടൗൺ ഹാളിൽ. ചെർക്കളം അബ്ദുള്ള അന്ന് സുനിൽ കുടവട്ടൂർ എന്ന് പറയുന്ന കൈരളിയിലെ സ്റ്റാഫ് ആർട്ടൊക്കെ ചെയ്യുന്നത്. സുനിലേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുഴുവൻ പിറകിലുള്ള ഇതുണ്ടല്ലോ ബാക്ക്ഡ്രോപ്സ് മുഴുവൻ പാതിരാത്രിയിൽ സ്റ്റാപ്പിൽ ചെയ്യുകയും അങ്ങനെ അശ്വമേധത്തിൽ അങ്ങനെ ഒരു ബന്ധം കൂടി എനിക്കുണ്ട്. അത് ശരി. അശ്വമേധത്തിൻ്റെ ആ കാലഘട്ടത്തിലെ ഏറ്റവും ആദ്യത്തെ കാലഘട്ടത്തിലെ സെറ്റ് ഡയറക്ടർ ഇന്ന് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന കലാസംവിധായകൻ. അതെ, സുനിലേട്ടൻ. അല്ല, ആദ്യത്തെ ഗോകുൽദാസ്. ഓ, പക്ഷെ അത് മറക്കാൻ പറ്റില്ല അതിൻ്റെ ബാക്ക്ഡ്രോപ്പ്. അപ്പം അശ്വമേധത്തിൻ്റെ നമ്മളെല്ലാം കേട്ട് പരിചയിച്ച് അങ്ങനെ ചിലരെ കൂടിയൊക്കെ പ്രേക്ഷകരോട് പറയണം. സത്യത്തിൽ ഇപ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏറെ പ്രിയങ്കരമായ അശ്വമേധത്തിൻ്റെ എൻട്രി മ്യൂസിക് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ തീം മ്യൂസിക്, ഈ സംഗീതം നിർവഹിച്ചത് അന്ന് 16-17 വയസ്സുണ്ടായിരുന്ന റോണി റാഫേൽ. പിന്നെ അതുപോലെ ഇപ്പോഴും മറക്കാൻ പറ്റില്ല ബാബു വരുത്തി, തീർച്ചയായും അല്ലേ, ജൂറി പാനലിലൂടെ. കാരണം അവർ അങ്ങനെ കാസർഗോഡ് മുതൽ ഏകദേശം എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഒക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളിങ്ങനെ സ്റ്റാറായിട്ട് ആ സമയത്ത് ഇപ്പോഴും സ്റ്റാറാണ്. സന്തോഷം. ഏറെ പ്രിയങ്കരനായ സന്തോഷ് കീഴാറ്റൂർ എന്ന ഈ കലാകാരനോടൊപ്പം അതിനേക്കാളുപരി സ്റ്റുഡിയോ മുറിയുടെ അടച്ചിടലിൽ നിന്നും ആരവങ്ങളിലേക്ക് അശ്വമേധം പുറപ്പെട്ട സന്ദർഭത്തിൽ അന്ന് അതിൻ്റെ പിന്നണിയിൽ സജീവമായി ഉണ്ടായിരുന്നുവെന്ന് ഇന്ന് വെളിപ്പെടുത്തിയ ഈ സ്നേഹ റെവലേഷന് സ്നേഹം ആദ്യ സെഗ്മെൻറ്റ്. ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. സന്തോഷിന് മുന്നിൽ തുറന്നു കിടക്കുന്ന സാധ്യത ഒരു സ്ഥലം കണ്ടുപിടിക്കാനാണ്. ആദ്യത്തെ സൂചന ശക്തിഗിരി, ശിവഗിരി. ഇത് രണ്ടുമാണ് ഈ സ്ഥലത്തിൻ്റെ പ്രധാന വ്യൂ പോയിന്റുകൾ. രണ്ടാമത്തെ സൂചനയിലേക്ക് പോവാം. വ്യൂ പോയിന്റ് അല്ലേ? കാസർഗോഡ് ജില്ലയിലാണോ? ഏതെ? ഇങ്ങനെ വല്ലത് അറിയില്ല, എനിക്കറിയില്ല. ഷൺമുഖനദി. കൺഫ്യൂഷനുണ്ട്. മൂന്നാമത്തെ സൂചനയിലേക്ക് പോവാം. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാം. തേർഡ് ക്ലൂ പ്ലീസ്. നിങ്ങൾ ഈ കണ്ട സ്ഥലം മലേഷ്യയിലാണ്. മലേഷ്യയിൽ. യെസ്. നിങ്ങൾ ഈ കണ്ട സ്ഥലത്തിലും നിങ്ങൾ കണ്ടെത്തേണ്ട സ്ഥലത്തിലും പൊതുവായ ഒന്നുണ്ട്. മലേഷ്യയിലെ ക്ഷേത്രം. നാലാമത്തെ ക്ലൂ, സിനിമയിലേക്ക് പോവാം. സിനിമ. ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള സൂചനകളാണ് ഇതെല്ലാം. ഇത് ചെമ്മീനാണ്. ചെമ്മീനാണ്. ഷൺമുഖനദി. അവസാനത്തെ സൂചന തരുമ്പോൾ അയ്യേ ഇതായിരുന്നു എന്ന് ചോദിക്കും. തരട്ടെ? പഴനി. പഴനി. പഴനി ആണോ? ഇനി ആദ്യം പറഞ്ഞത് എന്താ? ശക്തിഗിരിയും ശിവഗിരിയും പഴനിയിലേക്ക് ദിശ നീട്ടുന്ന രണ്ട് സ്ഥലങ്ങളാണ്. ശക്തിഗിരി, ശിവഗിരി എന്നീ രണ്ട് കുന്നുകളാണ് പഴനിയുടെ വ്യൂ ഫ്രണ്ട്. രണ്ടാമത് ഞാൻ നൽകിയ സൂചന ഷൺമുഖ നദി. പഴനിയുടെ താഴെ ഒഴുകുന്ന നദിയുടെ പേരാണ് ഷൺമുഖ നദി. ആ ഷൺമുഖനിലുണ്ടായിരുന്നു ഉത്തരം. മൂന്നാമത് മലേഷ്യയിലെ വിഖ്യാതമായ ബാട്ടു കേവ്സ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ മുരുക പ്രതിമ ബാട്ടു കേവ്സിലായിരുന്നു. ആദ്യ സീസണിൽ ഞാൻ അശ്വമേധം അവതരിപ്പിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് എങ്കിൽ എനിക്ക് തിരുത്തേണ്ടി വന്നേനെ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയത് എന്ന് പറയേണ്ടി വന്നേനെ. പക്ഷേ ഇപ്പോൾ അതല്ല, ഇപ്പോൾ രണ്ടാമതാണ്. ഇപ്പോൾ സേലത്ത് അതിനേക്കാൾ കൂടുതൽ ഉയരമുള്ള ഒരു മുരുക പ്രതിമയുണ്ട്. അപ്പോൾ ബാട്ടു കേവ്സിലും മുരുകൻ്റെ പ്രതിമയാണുള്ളത് എന്നതാണ് പളനിയിലേക്കുള്ള സൂചന. നാലാമത്തേലാണ് എന്ത് ചെമ്മീനുമായിട്ട് എന്ത് ബന്ധം എന്നുള്ളതാണ് സന്തോഷിന് ഇപ്പോഴും പിടികിട്ടാത്തത്. അത് വളരെ ഡയറക്റ്റ് ക്ലൂ ആയിരുന്നു അന്നേ. മധു പരീക്കുട്ടിയാണെങ്കിൽ സത്യൻ മാഷിന്റെ പേരെന്താ ചെമ്മീനില്? പളനി. അത് ഡയറക്റ്റ് ആയ ഒരു ക്ലൂ ആയിരുന്നു. ശരി ഉത്തരമാണ്. പുതിയ അറിവിന് ഒരുപാട്
അല്ല പുതിയ അറിവൊന്നും അല്ല, ശക്തിഗിരി. അത് മാത്രമാണ്. അതാണ്. ബാക്കിയെല്ലാം ഇതാ. പിന്നെ സേലത്തെ പുതിയ പ്രതിമയും ചിലപ്പോൾ പുതിയ അറിവായിരിക്കും. കുറച്ച് ഇത് രണ്ടും ഞാൻ കണ്ടിരുന്നു. മറ്റേ മലേഷ്യയിലെ കേസ് കണ്ടിട്ടില്ലേ? സേലം കണ്ടില്ല. സേലം കണ്ടില്ല. സേലം കണ്ടില്ല. അപ്പോൾ ഡൺ. ഇന്നായി. ഇന്നാണ്. ഇന്നായി. ഇത് ഒരു പ്രയാസമുള്ള ചോദ്യമൊന്നും ആയിരുന്നില്ല. ഒന്നും ആയിരുന്നില്ല. അനീഷ പ്ലീസ്. പാട്ടൊന്ന് പാടാമോ? പാട്ട് പാടാൻ അങ്ങനെ അറിയില്ല. കവിത? കവിത അങ്ങനെ ഇല്ല. എന്നാലും നമ്മളിങ്ങനെ പറയും ചില സമയത്ത്, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, അങ്ങനെയൊക്കെയുള്ള ചില പറച്ചിലുകളേ ഉള്ളൂ. ശൈലജ കഴിഞ്ഞ ദിവസം ഒരു ദിവസം പാടിയിരുന്നു ഈ പാട്ട്. ശൈലജ പി അമ്പു. സർ, ശ്രീ സന്തോഷ് കീഴാറ്റൂർ മനസ്സിൽ വിചാരിച്ച പേര് ഇസ് ഇറ്റ് അപ്രൂവ്ഡ്? അപ്രൂവ്ഡ്. സന്തോഷ്, യെസ്. അഞ്ചാമത്തെ സൂചനയിൽ ഉത്തരം പറഞ്ഞു. യു ആർ എലിജിബിൾ ടു കണ്ടസ്റ്റ് ഫോർ ₹10,000. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സന്തോഷിൻ്റെ മനസ്സിലുള്ള പേര് എനിക്ക് കണ്ടെത്താൻ കഴിയാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യാഗം. ഇന്ത്യൻ. യെസ്. മലയാളി. യെസ്. പുരുഷൻ. നോ. അല്ല, രണ്ടാമത്തെ ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. മലയാളി. മലയാളിയാണ്. ആണ്. പുരുഷൻ. നോ. നോ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? സാധാരണ. 1950 ശേഷം മരണം? യെസ്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? യെസ്. രാഷ്ട്രീയം? നോ. സാഹിത്യം? സാഹിത്യം ഉണ്ട് എന്ന് പറയാം. പ്രധാനം സാഹിത്യമല്ല. അത് കൂടെയുണ്ട് സാഹിത്യം. അപ്പോൾ കലയുണ്ട്. കലയുണ്ട്. പെർഫോമിംഗ് ആർട്ട്? യെസ്. 10 ചോദ്യങ്ങൾ യജ്ഞം. രണ്ടായിരത്തിന് ശേഷമാണോ മരിച്ചത്? 2000 ശേഷം ആണ്. അതെ. നൃത്തരൂപങ്ങളിലൊന്നും? യെസ്. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ? അതെ. അതെ. യെസ്. അതെ. യെസ്. സഹോദരി പ്രശസ്തയാണോ? യെസ്. ഭർത്താവ് പ്രശസ്തനാണോ? യെസ്. മകൾ പ്രശസ്തയാണോ? യെസ്. സന്തോഷ് വെറുതെ സ്നേഹം പുതുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അതെ, തീർച്ചയായിട്ടും. സന്തോഷ് മനസ്സിൽ വിചാരിച്ച വ്യക്തിയുടെ കുടുംബത്തിൻ്റെ വേരുകൾ ആരംഭിക്കുന്നത് കോഴിപ്പുറത്ത് മാധവമേനോനിൽ നിന്നാണ്. ആനക്കര കുടുംബത്തിൽ കുട്ടിമാളു അമ്മയുടെ വിവാഹം കഴിച്ചു കോഴിപ്പുറത്ത് മാധവമേനോൻ. കുട്ടിമാളു അമ്മയുടെ സഹോദരിയുടെ മകൾ മറ്റേണൽ നീസ് ആയിരുന്നു അമ്മു സ്വാമിനാഥൻ. അമ്മു സ്വാമിനാഥൻ വിവാഹം കഴിച്ച സ്വാമിനാഥനോടൊപ്പം പിന്നീട് തമിഴ്നാട്ടിൽ കുറച്ചു കാലം ജീവിച്ചു. അമ്മു സ്വാമിനാഥൻ്റെ 2 പെൺമക്കളും അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയരായ 2 മനുഷ്യരാണ്. അതിലാദ്യത്തെ ആൾ പിന്നീട് പ്രതിഭാശാലിയും പോരാളിയുമായ സൈഗാളിനെ വിവാഹം കഴിച്ചു. സൈഗാളുമായുള്ള വിവാഹത്തിൽ അവർക്ക് പിറന്ന മകൾ സുഭാഷിണിയായി. രണ്ടാമത്തെ ആളാകട്ടെ വിവാഹം കഴിച്ചത് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന ചിത്രീകരിക്കുന്ന തിരുവനന്തപുരത്തെ കൈരളി സ്റ്റുഡിയോയിൽ നിന്നും ഏറെക്കുറെ 10-40 മിനിറ്റോളം മാത്രം പരമാവധി യാത്ര ചെയ്താൽ കാണാൻ കഴിയുന്ന TEARLS അല്ലെങ്കിൽ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്ന മഹത്തായ സ്ഥാപനം, അതിന് കാരണമായ VSSC എന്ന സ്ഥാപനത്തിൻ്റെ കാരണമായ പേരിൻ്റെ ഉടമയെ, ഇന്ത്യയുടെ സ്പേസ് സയൻസിൻ്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത പ്രതിഭാശാലിയെയാണ് രണ്ടാമത്തെ മകൾ വിവാഹം കഴിച്ചത്. പക്ഷെ അതുകൊണ്ടല്ല അവരുടെ പ്രശസ്തി. അമ്മു സ്വാമിനാഥൻ്റെ മകളായതുകൊണ്ട്, അല്ലെങ്കിൽ സൈഗാളിൻ്റെ വിവാഹം കഴിച്ച ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ സഹോദരിയായതുകൊണ്ട്,
അല്ലെങ്കിൽ ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ ശക്തമായ ദുർഗമായ വിക്രത്തിനെ വിവാഹം കഴിച്ചതുകൊണ്ട്, മല്ലികയുടെ അമ്മയായതുകൊണ്ട്, ദർപ്പണയ്ക്ക് നേതൃത്വം കൊടുത്തതുകൊണ്ട് ഒന്നുമല്ല. മറിച്ച് ഒരുപക്ഷേ രുക്മിണി ദേവി അരുൻ്റെയുടെയോ ബാലസരസ്വതിയുടെയോ കപിലാവാത്സ്യായനൻ്റെയോ ഒക്കെ പേരുകൾക്കൊപ്പമോ അതിനു മുകളിലോ നിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഈ രാജ്യത്തിൻ്റെ ശാസ്ത്രീയ നൃത്തത്തിന് ഏറ്റവും വലിയ നക്ഷത്ര തിളക്കങ്ങൾ സമ്മാനിച്ച മൃണാളിനി സാരാഭായി സ്വന്തം നിലയിൽ തന്നെയാണ്. മൃണാളിനി സാരാഭായിയാണ് വിചാരിച്ചത്. തീർച്ചയായിട്ടും അത് ഓർക്കാൻ കാരണം ഞാൻ അമ്മയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയിൽ പങ്കെടുത്തിരുന്നു. ഞാൻ മല്ലിക സാരാഭായിയുടെ കൂടെ വർക്ക് ചെയ്തിരുന്നു. ദർപ്പണയിൽ. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വ്യക്തിത്വം. കാരണം അപ്പോൾ അവരെ ഒന്ന് ജസ്റ്റ് ഓർക്കാൻ സാധിച്ചു, അല്ലാതെ വേറെ പ്ലാൻ ചെയ്ത് വന്നതല്ല. സൂര്യാകൃഷ്ണമൂർത്തിയോട് വല്ലാത്ത കരുതലായിരുന്നു. അതെ, അതിലപ്പുറം കലയെ വളരെ കൃത്യമായിട്ട് സമൂഹവുമായി, പ്രത്യേകിച്ച് നൃത്ത കലാരൂപത്തെ വളരെ കൃത്യമായിട്ട് സമൂഹത്തിൻ്റെ വിഷയവുമായി, പ്രത്യേകിച്ചും പ്രകൃതിയുടെ വിഷയവുമായി കൂട്ടിച്ചേർത്ത ഒരു അതുല്യ കലാകാരൻ. അവരുടെ പാത പിന്തുടർന്നു. സർ, പ്രേക്ഷകരുടെ ഒരു കൃത്യതയ്ക്ക് വേണ്ടി എന്തായിരുന്നു സാർ മലയാളി എന്നുള്ള കാര്യത്തിലുള്ള ഒരു കൺഫ്യൂഷൻ? മലയാളി എന്നുള്ള കാര്യത്തിലുള്ള കൺഫ്യൂഷൻ അല്ല ഇതിനകത്ത്. അല്ല, അവർ പാലക്കാടാണ്. അതായത് ഇവരുടെ ഒറിജിൻ എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്തോട്ട് കടന്നു പോകുന്ന സമയത്ത് അമ്മു സ്വാമിനാഥൻ വിവാഹം ചെയ്തിരിക്കുന്നത് തമിഴ്നാടുകാരനാണ്, മദ്രാസ്. യെസ്, സുബ്രഹ്മണ്യ സ്വാമിനാഥൻ. അതായത് തമിഴ്നാട്ടുകാരനാണ്, തമിഴ് ബ്രാഹ്മണാണ്, ഒരു കേരള ബ്രാഹ്മണനാണ്. അവര് ജീവിതത്തിൽ സ്വാമിനാഥൻ അത് കഴിഞ്ഞിട്ട് വളരെ കഷ്ടപ്പെട്ടു അപ്പൊ തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കേരള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇന്നത്തെ കേരള, അന്ന് കേരളമല്ല അത്, കേരള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിനുശേഷം വിവാഹം കഴിച്ചു പോയി. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല അവർ വർക്ക് ചെയ്തിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗുജറാത്താണ്, അഹമ്മദാബാദാണ്. അപ്പം ഇതെല്ലാം വെച്ചുകൊണ്ട് അവിടെ ഞാൻ അതിനകത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ആർഗ്യുമെൻ്റ് അല്ല, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ. ഞാനതിനകത്ത് സന്തോഷിനോട് യോജിക്കും. കാരണം കേരളീയ എന്ന ചോദ്യമാണെങ്കിൽ നോ പറയാം. ഞാൻ ചോദിച്ചത് മലയാളി എന്നാണ്. മലയാളി എന്നുള്ള അർത്ഥത്തിലല്ലേ? അത് പ്രത്യേകിച്ച് നമ്മളിതൊരു ഒരു കേരളത്തിൽ ഏറെ ചെയ്യുന്ന പ്രോഗ്രാമും കൂടി ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ പറയേണ്ടതാണ് അതിൻ്റെ ശരി ഉത്തരം. മാത്രമല്ല എ വി കുട്ടിമാളോ അമ്മയുടെയും കോഴിപ്പുറത്ത് മാധവമേനോന്റെയും ലീനിയേജ് ആണ്. തീർച്ചയായും. അത് മാത്രമല്ല, ഞാൻ ഏകദേശം അവരുടെ ഒരു മരിക്കുന്നതിന് 2 വർഷം മുന്നെയാണ് ഞാൻ പരിചയപ്പെട്ടത്. ആ സമയത്തും ഇത്രയും ശുദ്ധമായ മലയാളം പറയുന്ന അത്രയും വർഷം അഹമ്മദാബാദിൽ താമസിച്ചിട്ടും അവർ അത്രത്തോളം മലയാളത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മല്ലിക അത്ര നന്നായി മലയാളം ഇല്ല, അത് അവർക്ക് അതിൻ്റെതായ അമ്മയോട് എപ്പോഴും അതിൻ്റെ ഒരു അസൂയുണ്ട്. മൃണാളിനി സാരാഭായ് ഭാരതത്തിലെ ശാസ്ത്രീയ നൃത്തരൂപങ്ങളെ ലോക ജനതയ്ക്ക് മുന്നിലെത്തിച്ച് അവയുടെ മഹത്വത്തെ മനസ്സിലാക്കി കൊടുത്ത അതുല്യ പ്രതിഭ. ലോക പ്രശസ്തമായ ദർപ്പണ എന്ന കലാകേന്ദ്രത്തിന്റെ സ്ഥാപക. പാലക്കാടിനടുത്തുള്ള ആനക്കരയിലെ വടക്കത്ത് തറവാട്ടിലെ ഡോക്ടർ സ്വാമിനാഥന്റെയും അമ്മു സ്വാമിനാഥന്റെയും മകളായി ജനനം. പാശ്ചാത്യ നൃത്തം, ഭരതനാട്യം, കഥകളി മുതലായ കലാരൂപങ്ങളിൽ അഗാധമായ അറിവ് നേടി. പത്മഭൂഷൺ, പത്മശ്രീ എന്നിവയുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാൽ ആദരിക്കപ്പെട്ടു. ഇന്ത്യൻ ശൂന്യാകാശ ഗവേഷണ രംഗത്തിന്റെ പിതാവായി കരുതപ്പെടുന്ന വിക്രം സാരാഭായ് ജീവിത പങ്കാളിയായിരുന്നു. ഇവരുടെ മകളായ മല്ലിക സാരാഭായ് പ്രശസ്തയായ നർത്തകിയും അഭിനേത്രിയുമാണ്. പ്രമുഖ സ്വാതന്ത്ര്യ സമര നായികയും INA പ്രവർത്തകയുമായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി സഹോദരിയാണ്. സന്തോഷം അനീഷ പ്ലീസ്. പക്ഷെ ഞാൻ കുറച്ച് ടഫ് വേണമെന്നായിരുന്നു. എൻ്റെ മനസ്സിൽ ഈ സ്ത്രീ നാടകം എന്ന് പറഞ്ഞപ്പോൾ മലയാളി എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് മലയശ്രീ ഹഷ്മിയിലേക്ക് മനസ്സ് പോയേനെ. അതും സപ്തരാശ്മിയൊക്കെ ഓർത്തതായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തോ ഞാൻ പറഞ്ഞില്ലേ, വളരെ ഒരു ഉൾവിളി പോലെ പെട്ടെന്ന് അമ്മയൊന്ന് ഓർത്തുപോയി. ഇത് മിൽമ നൽകുന്ന ഉപഹാരമാണ്. പായസം വെച്ച് കുടിക്കാം അല്ലേ? പായസം വെച്ച് കുടിക്കാം. കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നാണ് മിൽമയുടെ ടാഗ്ലൈൻ. കണി കണ്ട് ഉണരുവാൻ ഒരുപാട് നന്മകളുണ്ട് ലോകത്തിൽ. ആ നന്മകളിൽ സിംഹഭാഗവും ഉണ്ടായത് കലയിലൂടെയാണ്, സർഗപ്രക്രിയയിലൂടെയാണ്. അത് നാടകത്തിലൂടെ, സംഗീതത്തിലൂടെ, സിനിമയിലൂടെ ഒക്കെ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഒരല്പം മുകളിൽ ചേർത്ത് വെച്ച് തന്നെ നമ്മൾ കാണണം, പദചലനങ്ങൾ കൊണ്ട് വിസ്മയങ്ങൾ തീർത്ത
ഈ നർത്തകന്മാരുടെയും ചരിത്രം. അതിപ്പോൾ ബിർജു മഹാരാജിൻ്റെ ആയാലും കേളുച്ചരൺ മഹാപാത്രയുടേതായാലും ഉദയശങ്കർജിയുടേതായാലും നമ്മുടെ രാജു റെഡ്ഡി രാധാറെഡ്ഡിമാരുടേതായാലും ഒക്കെ. കുച്ചിപ്പുടി എന്ന നൃത്തരൂപത്തെക്കുറിച്ച് പെട്ടെന്ന് ഓർത്തുപോയത് സ്വാഭാവികം. ഇന്നും കുച്ചിപ്പുടി അഭ്യസിക്കുന്ന ഏത് കലാകാരനും ഇരുന്നു കൊണ്ടിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പരസ്പരം സംസാരിച്ച് പുതിയ തലമുറയിലൊരു കലാകാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ ആകസ്മികമായി വെറുതെ ഒരു അക്കാഡമിക് സേക്കിന് ഒരു പേര് പറയുമ്പോൾ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കും. അവിടെ ഇല്ല, ആളവിടെ ഇല്ല, ആൾ മരിച്ചും പോയി, പക്ഷെ ഒരു പേര് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അത്ര കണ്ട് തേജസ്സുണ്ട് കല പഠിപ്പിക്കുന്നവർക്ക്, ഗുരുക്കന്മാർക്ക്. ഞാനീ പറഞ്ഞ പേര് വെമ്പട്ടി ചിന്നസത്യത്തിനെ കുറിച്ചാണ്. അറിവും കലയും അഭ്യസിപ്പിക്കുന്ന എല്ലാ ഗുരുതുല്യരായ മഹാനദികൾക്കും പ്രണാമം. സന്തോഷ് കീഴാറ്റൂർ, ഒപ്പം ഞാനും. ശുഭരാത്രി. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.